ഹായ് ഫ്രണ്ട്സ്, സ്റ്റിയാൻ ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ബെഡ്റൂമിൽ ഡ്രസ്സിംഗ് യൂണിറ്റ് എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ഒരുപാട് പേർക്ക് ഇത് എവിടെയാണ് എന്ന് ഇപ്പോഴും അറിയില്ല. സ്ഥലം മാറിയാലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ മിററിൻ്റെ സ്ഥാനം എവിടെയാണ് വരേണ്ടത് എന്നിവയെക്കുറിച്ചും വലിയ ധാരണയൊന്നും ഉണ്ടാവുകയില്ല. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറിക്കിട്ടുന്നതാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എനേബിൾ ബട്ടൺ ഓൺ ആക്കാനും മറക്കല്ലേ. നമ്മൾ ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്ന് വരുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയാത്ത ഭാഗത്താണ് ഡ്രസ്സിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ വീട്ടിലെ സ്ത്രീകളാണ് കൂടുതലായും ഈ യൂണിറ്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കോസ്മെറ്റിക് ഐറ്റംസ് ഡോർ തുറക്കുമ്പോൾ തന്നെ കാണാത്ത രീതിയിൽ വേണം ഡ്രസ്സിംഗ് യൂണിറ്റ് പണിയേണ്ടത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഡ്രസ്സിംഗ് റൂമിൻ്റെ മിറർ കട്ടിലിന് അഭിമുഖമായി ഒരു കാരണവശാലും വരരുത്. അതായത് കട്ടിലിൽ കിടക്കുന്ന ഒരാൾക്ക് അയാളുടെ പ്രതിബിംബം കിടന്നുകൊണ്ട് കാണാൻ പറ്റരുത്, അല്ലെങ്കിൽ പറ്റാത്ത രീതിയിൽ വേണം ഡ്രസ്സിംഗ് യൂണിറ്റിൽ മിറർ വരേണ്ടത്. സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കിടന്നുകൊണ്ട് നമ്മളെ തന്നെ കാണരുത് എന്നർത്ഥം. ഇതിന് വാസ്തുശാസ്ത്രപരമായി ഒത്തിരി ദോഷഫലങ്ങളൊക്കെ ഉണ്ട്. രാവിലെ നമ്മൾ ഉറക്കം ഉണർന്ന് എണീറ്റ് വരുമ്പോൾ, അതുപോലെ കിടന്ന് ഉറങ്ങുമ്പോൾ എല്ലാം ഈ ദോഷഫലങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കത് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അതുപോലെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഡ്രസ്സിംഗ് യൂണിറ്റിൻ്റെ സ്ഥാനം. അതുപോലെ തന്നെ മിററിൽ ലൈറ്റുകളും കൂടി കൊടുക്കുകയാണെങ്കിൽ ഡ്രസ്സിംഗ് യൂണിറ്റിന് നല്ല ഭംഗിയും കിട്ടും. നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല വെളിച്ചവും കിട്ടും. ഇപ്പോൾ പുതിയതായി പണിയുന്ന മിക്ക വീടുകളിലും ഡ്രസ്സിംഗ് യൂണിറ്റിന് പ്രത്യേകം സ്ഥലം ഒരുക്കുന്നുണ്ട്. ബെഡ്റൂമിൻ്റെ ഡോറ് ലോക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് ഡ്രസ്സിംഗ് യൂണിറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ഇൻറ്റീരിയർ സംബന്ധമായ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഈ ചാനൽ വഴി കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇൻറ്റീരിയർ സംബന്ധമായ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും എല്ലാ തെറ്റിദ്ധാരണകളും മാറിക്കിട്ടുന്നതിന് ഈ ചാനൽ നിങ്ങളെ സഹായിക്കും. പുതിയൊരു വീഡിയോയുമായി എത്രയും വേഗം തിരിച്ചു വരുന്നതായിരിക്കും.